ഗൈസ്, അപ്പോൾ നമ്മുടെ ഫുൾ ബോഡിയിൽ ഉണ്ടാകുന്ന ടാൻ റിമൂവലിന് വേണ്ടി സഹായിക്കുന്ന ഒരു സിമ്പിൾ പാക്കാണ് ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫേസിൽ ഇതിങ്ങനെ റിമൂവ് ചെയ്ത് കളയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സ്കിന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആയിട്ടെന്ന്. അതുപോലെ തന്നെ സൺ ടാൻ നല്ല രീതിയിൽ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നിട്ട് നിങ്ങൾ ഈ ഒരു സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ടാൻ വരില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ്. എന്നും ഡെയിലി പുറത്ത് പോകുന്നവരാണെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ പുറത്ത് പോയിട്ട് വീട്ടിൽ വന്ന ഉടനെ തന്നെ ഇത് അപ്ലൈ ചെയ്യുക. സ്കിന്നിൽ, അതായത് ബോഡി ഫുൾ കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അടിപൊളി റിസൾട്ടായിരിക്കും. നമുക്ക് ഈ വെയിലടിക്കുന്ന ഭാഗങ്ങളിൽ കയ്യിലും കാലിലും മുഖത്തും ഒക്കെ ഇത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പം തന്നെ ഞാൻ വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യത്തെ അപ്ലൈ ചെയ്യുന്ന സമയത്തിനേക്കാൾ കൂടുതൽ എനിക്ക് നന്നായിട്ട് സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. കണ്ടിട്ട് ശേഷം മാത്രം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര7. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡിയിൽ ഉണ്ടാവുന്ന ടാൻ നമുക്ക് മാറ്റുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു പാക്കാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ പേരും എനിക്ക് എന്നോട് ഒരുപാട് ചോദിക്കുന്ന കാര്യമാണ് ടാൻ റിമൂവൽ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ബോഡിയിൽ ഉണ്ടാവുന്ന ടാൻ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പാക്കാണ് പരിചയപ്പെടുത്തുന്നത്. മുന്നേ ഞാനൊരു പാക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് നന്നായിട്ട് രീതിയിൽ തന്നെ ടാൻ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എഫക്റ്റീവായിട്ടും അതുപോലെ തന്നെ നമുക്ക് കടകളിലൊക്കെ സിമ്പിളായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലപോലെ എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. നമുക്ക് കയ്യിലും കാലിലും മുഖത്തും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രൈവറ്റ് പാർട്ട് ഒഴികെ നമുക്ക് എവിടെ വേണം അത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. നല്ല പോലെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ആഴ്ചയിൽ ഒരു 4 ദിവസമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പുറത്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് നന്നായിട്ടിരിക്കും. പുറത്ത് പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത്, അതിപ്പോൾ രാവിലെ പോയിട്ട് വൈകിട്ടൊക്കെയാണ് തിരിച്ച് വരുന്നത്, വൈകിട്ട് വന്ന ഉടനെ ഇത് അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ഫുൾ ടാൻ ഉണ്ടാവും. അപ്പോൾ ആ ടാൻ റിമൂവ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ വർഷങ്ങൾ കൊണ്ടുള്ള നമ്മുടെ ദേഹത്തുണ്ടാവുന്ന ടാൻ റിമൂവ് ചെയ്യുന്നതിന് ഇത് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വർഷങ്ങൾ കൊണ്ടുള്ള ടാൻ റിമൂവൽ ഒറ്റ ദിവസം കൊണ്ട് സാധ്യമാക്കുന്നതല്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ക്ഷമ വേണ്ട ഒരു കാര്യമാണ് ടാൻ റിമൂവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. വർഷങ്ങൾ കൊണ്ടുള്ള ടാൻ റിമൂവൽ ഒറ്റ ദിവസം കൊണ്ട് സാധ്യമാക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കുന്നതിനും ടൈം എടുത്താൽ പോലും നമ്മുടെ ടാൻ നന്നായിട്ട് റിമൂവ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാക്ക് തന്നെയായിരിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹലോ ഗൈസ്, കുറേ വീഡിയോസിൻ്റെ അടിയിലൊക്കെ വരുന്ന കമൻറ്റാണ് എൻ്റെ വീഡിയോസിന് ഒരുപാട് വീണ്ടും പറയുന്നു, അതുപോലെ ലെങ്ത് വളരെ കൂടുതലാണെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എൻ്റെ അതിലുള്ള ടൈമിങ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വളരെയധികം ലെങ്ത് കുറച്ചിട്ടാണ് മിക്ക വീഡിയോസിനും ചെയ്യുന്നത്. പിന്നെ ചില വീഡിയോസിനൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട്. അല്ലാതെ എനിക്കിങ്ങനെ വീഡിയോസ് വേണമെങ്കിൽ പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രം ചെയ്ത് വെക്കാം. പക്ഷെ അങ്ങനെ യൂസ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും കൂടെ ശ്രദ്ധിച്ചിട്ട് ശേഷം മാത്രം പാക്ക് യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇപ്പോൾ ടാൻ റിമൂവലിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഞാൻ പറയുകയാണ് ടാൻ റിമൂവലിനെ കുറിച്ചുള്ള പാക്കാണ് ഞാൻ തയ്യാറാക്കാൻ പറ്റുന്നത്, എനിക്ക് റിസൾട്ട് കിട്ടിയെന്ന് മാത്രം പറഞ്ഞാൽ വലിയ കാര്യമുണ്ട്, ഒരു കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് നല്ലപോലെ എഫക്റ്റീവായിട്ടും അതുപോലെ നിങ്ങൾക്കത് എന്തെങ്കിലും യൂസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചില വീഡിയോസിന് ലെങ്ത് കൂടുന്നതിന് കാരണം ഇതാണ്. കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞാൽ മാത്രമേ ഇത് യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ലെങ്ത് കൂടുന്നതിന് പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ടാൻ റിമൂവൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഡീടാൻ എന്നാണ് നിങ്ങളുടെ കൺസെപ്റ്റ് എന്നുണ്ടെങ്കിൽ സൺസ്ക്രീന് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഫേസ് വാഷ് വാങ്ങിച്ചിരിക്കണം. അതുപോലെ ഒരു മോയ്സ്ചറൈസർ വേണം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു സൺസ്ക്രീൻ വേണം. പിന്നെ ഒരു ബോഡി ലോഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. നമുക്കറിയാം അഫോർഡബിൾ അല്ല ബോഡി ലോഷൻ. നമ്മുടെ സ്കിൻ ടൈപ്പൊക്കെ അനുസരിച്ച് വാങ്ങിക്കുന്നത് കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്, 500-600 രൂപയ്ക്ക് ആവും. സോ അതുകൊണ്ട് തന്നെ ഡീറ്റാനുള്ള സോപ്പൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്നെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ ഈ പറഞ്ഞ മോയ്സ്ചറൈസർ, സൺസ്ക്രീനും
മസ്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇത് രണ്ടും ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ ഫേസ് വാഷ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ള ഫേസ് വാഷ് ഇട്ട് ഫേസ് നന്നായിട്ട് കഴുകുന്നത് നമ്മുടെ ഡീറ്റാണ് നന്നായിട്ട് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ ഒരിക്കലും അത് ഇത്രയും സ്കിപ്പ് ചെയ്യില്ല. ഈ 3 കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ടാൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഞാൻ നാച്ചുറൽ ആയിട്ടുള്ളൊരു പാക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എങ്കിൽ പോലും ഈ 3 കാര്യങ്ങളും ചെയ്താൽ മാത്രമേ ഇനി നിങ്ങൾക്ക് ടാൻ വരാതിരിക്കാനും നിങ്ങളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതിന് സഹായിക്കുള്ളൂ. നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ദിവസം അപ്ലൈ ചെയ്തിട്ട് ടാൻ പോയിട്ട് പിന്നെ ടാൻ വന്നാൽ നമുക്ക് ഇത് കൊണ്ട് ഒരു യൂസും ഇല്ല. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്ന രക്തചന്ദനമാണ്. ഞാനിവിടെ 1 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഈ പാക്കറ്റിൽ 40 രൂപയൊക്കെ ആയിരിക്കും അങ്ങാടി കടകളിലൊക്കെ കിട്ടും. ചിലപ്പോൾ ഇപ്പം നമുക്ക് ഫാൻസി സ്റ്റോറുകളിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതായിരിക്കും, നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ചേർക്കുന്ന കസ്തൂരി മഞ്ഞളാണ് ചേർക്കുന്നത്. അത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. കോമൺ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മളിവിടെ ചേർക്കുന്നത് തേനാണ്. പിന്നെ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാൻ പറ്റുന്നതാണ്, ഈ രക്തചന്ദനം നമുക്ക് കട്ടയായിട്ട് വാങ്ങിക്കാൻ കിട്ടില്ലെന്ന്. അത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതിങ്ങനെ അരച്ചിങ്ങനെ എടുത്തിട്ട് ആ ഒരു പൊടി പോലെ നിങ്ങൾക്കിപ്പോൾ അറിയാമല്ലോ, രക്തചന്ദനം കട്ടയ്ക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ. ഇതിപ്പോൾ പൊടിയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നിങ്ങൾ പൊടിയായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം നമുക്ക് മറ്റേത് പണിയില്ലല്ലോ. ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങ് ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതിയല്ലോ. ഇതെനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ള ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർ, പുറത്തൊക്കെ ഉള്ളവർ, അതായത് നമ്മൾ വീട് വിട്ട് നിൽക്കുന്നവർക്കൊക്കെ നന്നായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് വെള്ളവും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തിക്നെസ് ഉണ്ടാവരുത്, എന്നാൽ തിക്നെസ് വേണം. ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം, ലൂസായി പോകരുത്. കാരണം വെള്ളമായി കഴിഞ്ഞാൽ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൂസാക്കരുത്, കുറച്ച് കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. എന്നിട്ട് നമ്മളത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്, നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഇല്ലെന്ന്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വാങ്ങിക്കുന്ന രക്തചന്ദനത്തിൻ്റെ ഡേറ്റ് നോക്കിയിട്ടേ വാങ്ങിക്കാവൂ. ലാസ്റ്റ് എൻ്റെ പേര് പറയരുത്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്ത് സാധനം വാങ്ങിച്ചാലും ഡേറ്റ് നോക്കി മാത്രം നോക്കുക. നമ്മൾ ഇതിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ കഴുത്തിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കഴുത്തിലും കയ്യിലും മുഖത്ത്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെവിയുടെ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യുക. അതുപോലെ കഴുത്തിൻ്റെ ബാക്ക് സൈഡിൽ അപ്ലൈ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ബാക്ക് സൈഡിലൊക്കെ നന്നായിട്ട് വെയിലടിച്ചിട്ട് ടാൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴുത്തിൻ്റെ പുറകു വശത്തും നിങ്ങളുടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ വെയിലടിക്കുന്ന ഭാഗങ്ങളിൽ കൂടുതൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, സൺടാൻ മാത്രമായിട്ടാണോ? അല്ല, നമ്മുടെ സ്കിന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആക്കാനും കൂടെ ഈ പാക്ക് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പ്രൈവറ്റ് പാർട്ടിലൊന്നും ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല. അത്ര മാത്രം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങാടിക്കടകളിലൊക്കെ കിട്ടുന്നൊരു സാധനമാണ്. ഇപ്പോൾ മാർക്കറ്റിലൊക്കെ നല്ല അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ രക്തചന്ദനം എന്ന് പറയുന്നത്. അത്ര പണ്ടത്തെ പോലെ അത്ര പാടൊന്നുമില്ല. ഇപ്പം നമുക്ക് നന്നായിട്ട് കിട്ടുന്നതാണ്, എല്ലായിടത്തും കിട്ടുന്നതായിരിക്കും. എനിക്കിത് അങ്ങാടി കടയിൽ നിന്നാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചത്. 40 രൂപ മാത്രമേ ഉള്ളൂ രക്തചന്ദനം വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുന്നതായിരുന്നുകൊണ്ട് ഞാനൊരു കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിലിറ്റി അനുസരിച്ച് വാങ്ങിക്കുക. ഇപ്പോൾ ഓൺലൈനായിട്ടൊന്നും വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൺലൈനാകുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് സ്റ്റോറിലോ ഇപ്പോൾ പോയി നിങ്ങളുടെ വീട്ടിനടുത്തുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വാങ്ങിക്കുക. പിന്നെ നമ്മൾ സാധാ വാട്ടറാണ് യൂസ് ചെയ്യുന്നത് ഇത് ഫേസിൽ നിന്നും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ സ്കിന്ന് കുറേ കൂടെ ബ്രൈറ്റാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള, എപ്പോഴും വൈകിട്ട് സമയത്ത് അപ്ലൈ ചെയ്യാൻ നോക്കുക. കാരണം പുറത്തൊക്കെ പോയിട്ട് വന്നതിന് ശേഷം അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പുറത്തൊക്കെ പോയിട്ട് ഇപ്പോൾ ഒന്നാമത് നിങ്ങൾക്കറിയാം, ഭയങ്കര വെയിലാണല്ലേ. ഇപ്പോൾ ഭയങ്കര വെയിലാണ്. നമുക്ക് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴേ നമുക്കൊരു തളർച്ചയാണ്. അപ്പോൾ ഫേസൊക്കെ ഭയങ്കരമായിട്ട് ഡള്ളായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്യുന്നതാണ് നല്ലത്. അത് വൈകിട്ട് സമയങ്ങളിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ പുറത്ത് പോവാത്തവരാണ്, വീട്ടിൽ തന്നെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെയൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഉണങ്ങുന്നതിനനുസരിച്ച് ഫേസിൽ നിന്ന് നമുക്കിത് വാഷ് ചെയ്ത് കളയുന്നതാണ്. പിന്നെ ആഴ്ചയിൽ പുറത്ത് പോകുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യേണ്ടതാണ്. അതല്ല പുറത്ത് പോകാത്ത വല്ലപ്പോഴും പുറത്ത് പോകുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 4 ദിവസമൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. നോർമൽ വാട്ടറിലാണ് നമ്മളിപ്പോൾ വാഷ് ചെയ്ത് കളയുന്നത്. പിന്നെ ഇതിന് ശേഷം നിങ്ങൾക്ക് സോപ്പൊക്കെ ഉപയോഗിക്കാമെന്ന് ചോദിക്കുന്നവരുണ്ട്. ആക്ച്വലി ഇത് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഈ ഫേസിലും കയ്യിലും കാലിലും ഇതൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ഉള്ള അഴുക്കൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ അതിലുപരി എന്തിനാണ് സോപ്പ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. യൂസ് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മളിതെല്ലാം അപ്ലൈ ചെയ്തിട്ട് സ്കിന്നിൽ ഉള്ള അഴുക്കിനെ നമ്മൾ എടുത്ത് കളയുകയാണല്ലോ.
അല്ലേ? അപ്പോൾ ആ ഒരു ഡർട്ട്നെസ് നമ്മൾ സ്കിന്നിൽ നിന്ന് എടുത്ത് കളയാണല്ലോ. പിന്നെ നിങ്ങൾക്ക് മണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് സോപ്പ് യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ സോപ്പ് ഉപയോഗിച്ചിട്ട് വലിയ ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സോപ്പ് നിർബന്ധമായിട്ട് യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് കംഫോർട്ടബിൾ അതാണ് എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത് വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ലതായിട്ടൊന്ന് ബ്രൈറ്റ് ആയിട്ടില്ലേ? നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ഫോട്ടോയിൽ നിന്നും ഇതിൽ നിന്നും സ്കിന്ന് കുറേ കൂടെ ബ്രൈറ്റ് ആയിട്ടില്ലേ? ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇപ്പോൾ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ കൊണ്ടുള്ള ടാന് ഒറ്റ ദിവസം കൊണ്ട് മാറില്ല. ഞാൻ പറഞ്ഞത് രാവിലെ നിങ്ങൾ പോയിട്ട് കറുത്തിട്ടൊക്കെ നല്ലതായിട്ട് വെയിലൊക്കെ അടിച്ച് കറുത്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടാന് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ ഇതുകൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ വർഷങ്ങൾ കൊണ്ടുള്ള ടാന് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ അത് മാറുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ വേണം. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ നോക്കുക. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡീ ടാന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ പാക്കാണ് ഞാൻ പരിചയപ്പെടുത്തത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള പാക്കാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.